കേരള കോൺഗ്രസ് എം അഥവാ മാണി കോൺഗ്രസ് മൂന്നായി വിഭജിക്കപ്പെടും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. കെ മാണിയുടെ മകനായ ജോസ് കെ മാണിയോടൊപ്പം നിലവിലെ MLA-മാരിൽ ആകെ ഉറപ്പായും പോകും എന്ന് തീർച്ചയായും പറയാൻ കഴിയുന്നത് N ജയരാജും പ്രമോദ് നാരായണനുമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ റോഷി അഗസ്റ്റിൻ പ്രത്യേകമായി UDF-ൻ്റെ കൂടെ പോകാനാണ് താല്പര്യപ്പെടുന്നത്. എന്നാൽ ജോസഫ് ഗ്രൂപ്പിലേക്ക് ചെല്ലുമോ അതോ കോൺഗ്രസുമായി സഹകരിക്കുമോ ഒന്നും വ്യക്തമല്ല. എന്നാൽ UDF-മായി സഹകരിക്കണം എന്ന ആഗ്രഹം റോഷി ഇപ്പോൾ തന്നെ അണികളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. മന്ത്രിസഭാ കാലാവധി അവസാനിക്കാൻ ഇനി ഒരു കൊല്ലം കഷ്ടി ഉള്ളപ്പോൾ റോഷി അഗസ്റ്റിൻ ഏതായാലും രാജിവെച്ച് LDF-ൽ ഒരു പ്രശ്നമുണ്ടാക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തം. എന്നാൽ റോഷിക്ക് LDF-മായി സഹകരിച്ച് തുടർന്നാൽ തൻ്റെ രാഷ്ട്രീയ ഭാവി അവതാളത്തിലാകുമെന്ന് ഉറപ്പുണ്ട്. 2001, 2006, 2011, 2016 ജയിച്ചത് UDF ടിക്കറ്റിൻ്റെ ബലത്തിലാണ്. എന്നാൽ 2021 റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പൊതു തീരുമാനമനുസരിച്ച് LDF-മായി സഹകരിച്ചാണ് മത്സരിച്ചത്. ജോസ് കെ മാണിയും നിരവധി പേരും പരാജയപ്പെട്ടെങ്കിലും റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള 5 പേർ, റോഷി അഗസ്റ്റിൻ, N ജയരാജ്, പ്രമോദ് നാരായൺ, അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, പൂഞ്ഞാറിലെ MLA ആണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, പിന്നെയുള്ളത് ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിൾ. ഇങ്ങനെ 5 പേരാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ടിക്കറ്റിൽ നിന്ന് വിജയിച്ചത്. ഇതിൽ ജോബ് മൈക്കിളും സെബാസ്റ്റ്യൻ കുളത്തുങ്കലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായി സഹകരിക്കാൻ ഉറപ്പായി തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ സ്റ്റിയറിംഗ് കമ്മിറ്റികളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാൻ തീരുമാനിക്കുന്നത്. സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും ശക്തമായ ഔദ്യോഗിക മീറ്റിംഗാണ്. ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത് ചരൽക്കുന്നിൽ വെച്ച് നടന്ന യോഗത്തിലാണ് കേരള കോൺഗ്രസ് എം UDF-വുമായുള്ള സഖ്യം ഉപേക്ഷിക്കാൻ കെ മാണി ജീവിച്ചിരുന്ന കാലത്ത് ഒരു തീരുമാനമെടുത്തത്. ഏതാനും മാസങ്ങൾക്കകം കെ മാണി രാഷ്ട്രീയത്തിൽ നിന്നും ഒഴുകുകയും അദ്ദേഹത്തിൻ്റെ വേർപാട് സംഭവിക്കുകയും ചെയ്തു. മകൻ ആ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ സീനിയോറിറ്റി അനുസരിച്ചും ഏറ്റവും കൂടുതൽ ആധിപത്യം ഉള്ളതും ജോസഫ് ഗ്രൂപ്പിനായിരുന്നു. എന്നാൽ ജോസഫിനെ തഴഞ്ഞുകൊണ്ട് പാർട്ടിയും ചിഹ്നവുമെല്ലാം നിയമ പോരാട്ടം നടത്തി താൽക്കാലികമായി ജോസ് കെ മാണി കൈക്കലാക്കി. എന്നാൽ ജനമനസ്സുകളിൽ PJ ജോസഫിനോട് ഒരു ശക്തമായ സഹതാപമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കേരള കോൺഗ്രസ് എമ്മിന് പിന്നീട് തിരിച്ചടി ഉണ്ടായത്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ മധ്യ തിരുവിതാംകൂറിലെ ആധിപത്യം അവസാനിച്ചു എന്ന് LDF-ന് ഏറെക്കുറെ മനസ്സിലായതോടെ അവർക്ക് സിറ്റിംഗ് സീറ്റ് അല്ലാതെ മറ്റു ഒരു സീറ്റും വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല, അതിനർഹരല്ല അവർ എന്നുള്ള കടുംപിടുത്തത്തിൽ LDF എത്തിച്ചേർന്നിരിക്കുക. UDF-ലേക്ക് സ്വീകാര്യരല്ല അവർ എന്നുള്ള തുടക്കത്തിലെ വ്യക്തമാക്കി. അങ്ങനെയാണെങ്കിൽ BJP-യുമായി സഹകരിച്ചാൽ എന്ത് എന്നിടയ്ക്ക് ജോസ് കെ മാണിക്ക് തോന്നിയെങ്കിലും BJP-യും കൈയൊഴിഞ്ഞു. ഇതോടുകൂടി എയറിലായിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് മൂന്നായി വിഭജിക്കപ്പെടാൻ പോകുന്നത്.